നമസ്കാരം. അഷ്ടമഭാവത്തെക്കുറിച്ച് കുറച്ചുകൂടി അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അഷ്ടമഭാവത്തിൽ വ്യാഴം വന്നപ്പോൾ നമുക്ക് എത്രമാത്രം പരാശക്തികളിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടും എന്നൊരു കാര്യത്തെപ്പറ്റി, അതായത് മറ്റ് ഒരു സഹായവുമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥയിൽ, എവിടെ നിന്നും നമുക്ക് സഹായങ്ങളില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് പരാശക്തികളിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഒരു പൊസിഷനാണ് വ്യാഴം എന്ന അഷ്ടമത്തിലെ വ്യാഴം, അതുപോലെ 12-ലെ വ്യാഴവും ഒക്കെ. അങ്ങനെ ഒരു പൊസിഷനെ പറ്റിയും അങ്ങനെ കുറച്ച് അറിവുകൾ ഇന്നലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതായത് അതിനെ സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ ശരിയായിരുന്നാൽ മാത്രമാണ് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഇതേ വ്യാഴം നമുക്ക് കോംപ്ലിക്കേഷനും കൊണ്ടുതരും. കുറച്ചുകൂടി അഷ്ടമഭാവത്തെ പറ്റി പറഞ്ഞു തരാൻ ശ്രമിച്ചാൽ, അഷ്ടമഭാവം ആണ് ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ആകസ്മികതയെ കാണിക്കുന്ന, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ അവിചാരിതമായിട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളെയൊക്കെ കാണിക്കുന്ന ഭാവമാണ് അഷ്ടമഭാവം. പൊതുവേ അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനെ അത്ര നല്ല ഭാവമല്ല എന്ന് പറയുന്നതും. അതേപോലെ നമ്മൾ പറയും അഷ്ടമഭാവത്തിൻ്റെ അധിപൻ അഷ്ടമഭാവത്തിലിരുന്നാൽ അത് വിപരീത രാജയോഗമായി എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ അഷ്ടമഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായ സംഭവ വികാസങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത സമയത്ത്, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ, അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിയും എന്നല്ല പറയുന്നത്, ഏകദേശം ഒരു ഐഡിയ, അത് ആ ഭാവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുപോലെ ഈ അഷ്ടമത്തിൻ്റെ അധിപൻ എവിടെയിരിക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണ് ഇരിക്കുന്നത്, ഈ അഷ്ടമ ഭാവാധിപൻ ഏത് നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത്, ആ നക്ഷത്രത്തിൻ്റെ അധിപൻ ആരാണ്, ആ നക്ഷത്രാധിപൻ നിങ്ങളുടെ ഏതൊക്കെ ഭാവത്തിൻ്റെ അധിപനാണ്, ഈ അഷ്ടമഭാവത്തിൻ്റെ അധിപൻ ഇരിക്കുന്ന രാശ്യാധിപൻ ഏതൊക്കെ ഭാവങ്ങളെ സ്വാധീനിക്കുന്നു, അദ്ദേഹം ഏതൊക്കെ ഭാവങ്ങളെ റൂൾ ചെയ്യുന്നു, എവിടെ പോയിരിക്കുന്നു, ഏതൊക്കെ ഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുന്നു, നിങ്ങളുടെ അഷ്ടമഭാവാധിപൻ്റെ കൂടെ ആരൊക്കെ ഇരിക്കുന്നു, പിന്നെ ദൃഷ്ടി സംബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ഓവർവ്യൂ പറഞ്ഞു തരും. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന ആ ഒരു ആകസ്മികതയെപ്പറ്റി, അല്ലെങ്കിൽ അവിചാരിതമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അതിനെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാവമാണിത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാവമാണ് 12-ാം ഭാവം എന്ന് പറയുമ്പോൾ. കുറേയൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞു, നഷ്ടങ്ങൾ തരുന്ന ഭാവമാണ് വിദേശ യാത്ര, വിദേശ സെറ്റിൽമെൻറ്റ്. അതേസമയം നമുക്ക് നിരാശയൊക്കെ, അവിചാരിതമായിട്ടുണ്ടാകുന്ന നിരാശ, അതായത് നമ്മൾ ഒരുപാട് പ്രയത്നിച്ചിട്ടും പല കാര്യങ്ങളിലും ആ ഒരു നഷ്ടബോധം, നിരാശ, നമ്മുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, അതുപോലെ നിങ്ങളുടെ ബെഡ്റൂം ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് 12-ാം ഭാവം സൂചിപ്പിക്കുന്നത്. അതേസമയം മറ്റൊരു തരത്തിൽ അത് ഉയർന്ന ആധ്യാത്മിക ചിന്തകളും നല്ല മെഡിറ്റേഷൻ എക്സ്പീരിയൻസസും, ഒരുപാട് കാര്യങ്ങൾ, ശരിക്കും ആ ഒരു മോക്ഷഭാവം എന്ന് പറയുന്ന പോലെ, അതാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം. അതുപോലെ അഷ്ടമഭാവത്തിനും ഒരുപാട് പോസിറ്റീവ് സൈഡുണ്ട്. നിങ്ങൾ ജ്യോതിഷ വിദ്യാർത്ഥികളാണെങ്കിൽ, ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ, തീർച്ചയായിട്ടും ആ അഷ്ടമഭാവം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതായത് എൻ്റെ അഷ്ടമത്തിൽ ഇന്ന ഗ്രഹമാണ്, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അഷ്ടമത്തിലെ വ്യാഴം ഇരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ ഒരു അജണ്ട എന്നത് നമ്മുടെ സ്വഭാവശുദ്ധി, മോറൽ വാല്യൂസാണ്. അത് തന്നെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. അത് ഏത് കാര്യത്തിനോടാണ് നിങ്ങളുടെ ആ ഒരു ഒരുപാടുള്ള ആഗ്രഹം വരുന്നത് എന്നത്. അതേസമയം സപ്പോസ് ഈ വീഡിയോ കാണുന്നത് എന്തെങ്കിലും ഒരു അബദ്ധം നിങ്ങൾ അഷ്ടമഭാവത്തെ പറ്റി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതകാലത്ത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പശ്ചാത്താപം, അതായത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മുന്നിൽ പോയിരുന്ന് കരഞ്ഞ് പശ്ചാത്താപം ചെയ്യാവുന്നതാണ്. ഗ്രഹങ്ങൾ ഭഗവാന്റെ രൂപങ്ങളാണ്. അതായത് ഭഗവാൻ തന്നെയാണ് പല രൂപത്തിലും, ഭഗവാൻ തന്നെ പറയുന്നുണ്ടത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഈ ഗ്രഹങ്ങളും, ഭഗവാന്റെ കീഴിലാണെന്നും പറയാം. അതുകൊണ്ട് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഇന്ന അബദ്ധം കാണിച്ചു പോയി, അല്ലെങ്കിൽ ഇന്ന തെറ്റായ തീരുമാനം എടുത്തു പോയി. ആ പശ്ചാത്താപത്തിൽ നിന്ന്, പ്രത്യേകിച്ച് വ്യാഴമൊക്കെ ആകുമ്പോൾ, ശുഭഗ്രഹങ്ങളൊക്കെ ആകുമ്പോൾ, തീർച്ചയായിട്ടും എളുപ്പത്തിൽ നമുക്കതിൽ നിന്ന് മറികടക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ
ഇന്ന് പറയാൻ പോകുന്നത് ഈ അഷ്ടമഭാവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണമെന്നത്. കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. അഷ്ടമഭാവം എന്നത് നല്ല അഷ്ടമഭാവം ഉണ്ടാകുമ്പോഴാണ് നന്നായി റിസർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. അതായത് ആ പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾക്കും അപ്പുറത്ത് പോയി പഠിക്കാൻ റിസർച്ച് മോഡിലേക്ക് പോകുന്നവർക്ക് എപ്പോഴും നല്ലൊരു അഷ്ടമഭാവം ഉണ്ടാകും. അഷ്ടമത്തിൽ പാപഗ്രഹങ്ങൾ, വൃശ്ചികത്തിൽ പാപഗ്രഹങ്ങൾ വന്നിരിക്കുമ്പോൾ അത് വളരെ ചാലഞ്ചിങ് ആണ്. വൃശ്ചികത്തിൽ നീചസ്ഥനായി ചന്ദ്രൻ ഉണ്ടാകുമ്പോഴും ഇത് ചാലഞ്ചിങ് ആണ്. അതേസമയം വ്യാഴത്തിൻ്റെ രാശിദൃഷ്ടി, ഗ്രഹദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ലഗ്നത്തിൽ വ്യാഴം ഉണ്ടായാലും ഈ വൃശ്ചികത്തിലെ പാപഗ്രഹങ്ങൾ നമുക്ക് അത്ര വലിയ നെഗറ്റീവ് ഇഫക്റ്റ് തരില്ല. എപ്പോഴും ആ ഒരു വ്യാഴത്തിൻ്റെ അനുഗ്രഹം എന്നത്, അതായത് ലഗ്നത്തിലെ വ്യാഴം എന്നത് ഒരുപാട് പാപങ്ങളെ മാറ്റിത്തരാൻ, അത് മാറ്റിത്തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവൈൻ ഗൈഡൻസ് ലഭിക്കും. നമുക്ക് നല്ല ഉപദേശങ്ങൾ വന്നു ചേരും. ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലോ, ഒരു വീഡിയോയുടെ രൂപത്തിലോ, ഒരു ഗുരുവിൻ്റെ രൂപത്തിലോ, എങ്ങനെയെങ്കിലും ആ ദൈവിക സഹായം സ്വപ്നത്തിലോ നമുക്ക് ആ ഒരു ഡിവൈൻ ഗൈഡൻസ് വന്നു ചേരും. ഇന്ന വഴിക്ക് പോകരുത്, ഇന്ന ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇതിൽ നിന്ന് മാറൂ, ഇപ്പോൾ മാറണം, ഈ ബന്ധത്തിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കണം, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ജോലി, അങ്ങനെയുള്ള ആ ഒരു എപ്പോഴാണ് വഴിതെറ്റിപ്പോകുന്നത് ആ സമയത്ത് ഒരു ഗൈഡൻസ് തരും. അതേസമയം വൃശ്ചികത്തിൽ അഷ്ടമത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ദശാകാലത്ത് ഒരു പക്ഷേ തെറ്റായ തീരുമാനം എടുത്തു എന്ന് വരാം. അപ്പോൾ ഇവിടെ വൃശ്ചികത്തിലെ രാഹു വ്യാഴത്തിൻ്റെ രാശിദൃഷ്ടിയോ ഗ്രഹദൃഷ്ടിയോ ഇല്ലാതെ, ലഗ്നത്തിൽ വ്യാഴമില്ലാതെ, ചന്ദ്രനുമായിട്ട് വ്യാഴത്തിന് സംബന്ധമില്ലാതെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് നെഗറ്റിവിറ്റിയെ കാണിക്കുന്നു. ശരിക്കും ആഴമുള്ള കിണറിലൊരു രാക്ഷസൻ പെട്ടുപോയ പോലുള്ളൊരവസ്ഥ. ഒരു പക്ഷേ മുൻജന്മങ്ങളിലെ ധ്യാനം, അതായത് മെഡിറ്റേഷൻ എക്സ്പീരിയൻസസും ഒക്കെ നിങ്ങൾക്ക് ഓർത്തെടുത്ത് ഈ രാഹുവിൻ്റെ അന്തർദശ, ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറിൻ്റെ ഗുരുവൊക്കെ ജീവിതത്തിൽ വന്നിട്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ തരാൻ കഴിയും ഈ രാഹുവിന്. അതേസമയം ആ ഒരു അധ്യാപകർക്ക്, ഗുരുക്കന്മാർക്ക് ഒരു വില കൽപ്പിക്കാത്തൊരു സ്വഭാവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലരെയും പലതരത്തിലും ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, വ്യാഴം ജാതകത്തിൽ നല്ലതല്ലാതിരിക്കുമ്പോൾ, അതായത് വ്യാഴത്തിൻ്റെ ഈ ഒരു വൃശ്ചികത്തിലെ രാഹുവിന്, അഷ്ടമത്തിലെ രാഹുവിന് വ്യാഴത്തിൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലെങ്കിൽ, അത് രാശിദൃഷ്ടിയായാലും ഗ്രഹദൃഷ്ടിയായാലും നവാംശ സംബന്ധവും ഇല്ലാതെ വരുമ്പോൾ, കൂടാതെ മറ്റു പാപഗ്രഹങ്ങളുടെ കൂടെയൊക്കെ വരുമ്പോൾ, തീർച്ചയായിട്ടും ഈ ഒരു ടീച്ചേഴ്സിനെ അപമാനിക്കുക, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരുപാട് പ്രായം ചെന്ന് ജോലിയൊക്കെ കിട്ടുമ്പോൾ ആ അധ്യാപകനെ എങ്ങനെയെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കണം, ഒന്ന് ഇൻസൾട്ട് ചെയ്യണമെന്ന് എന്നൊക്കെയുള്ള ഒരു പ്രതികാര ബുദ്ധി വയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ അവർക്ക് ആ ഒരു ഗുരുവിൻ്റെ മഹത്വം അറിയില്ല. അതുപോലെ തന്നെ വൃശ്ചികത്തിലൊക്കെ രാഹു ഉണ്ടാവുകയാണ്, ഒരുപാട് ജ്യോതിഷന്മാരുടെ അടുത്ത് പോകും, എന്നിട്ടും വിശ്വാസം ഉണ്ടാവില്ല. ശുഭഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ വൃശ്ചികത്തിലിരിക്കുന്ന രാഹുവിന് നെഗറ്റീവായ രീതിയിൽ കാര്യങ്ങൾ, ആഴമുള്ള കിണറിലിരിക്കുന്ന രാക്ഷസനാണ്, നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ, ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു ടെൻഡൻസി. അവർക്ക് ഈ സിദ്ധികൾ, ദൈവിക അനുഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. കാരണം വ്യാഴം നല്ലതല്ലെങ്കിൽ ഫെയ്ത്ത് ഇല്ല, അവിടെ വിശ്വാസമില്ല. വൃശ്ചികത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴാണത് പലതരത്തിലും നെഗറ്റീവായിട്ട് പോകുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഇവിടെ പറയാൻ കഴിയില്ല. വൃശ്ചികത്തിന് ആ ഒരു നിഗൂഢതയുണ്ട്. നിഗൂഢതയ്ക്ക് ഈ പറയുന്ന ജ്യോതിഷം അല്ലെങ്കിൽ ഒക്കൾട്ട് പോലെയുള്ള ശാസ്ത്രങ്ങൾ മാത്രമല്ല, മറ്റു വശങ്ങളുമുണ്ട്. ടെററിസം പോലെയുള്ള, ക്രൈം പോലെയുള്ള, അങ്ങനെ നെഗറ്റീവായ വശങ്ങളുണ്ട്. രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. ബൈപ്പോളാർ ഡിസീസ്, ഒരുപാട് കാര്യങ്ങൾ പലതുമുണ്ട്. ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അതേസമയം ഈ വൃശ്ചികത്തിലെ കാര്യങ്ങൾ നല്ലതാകുമ്പോഴാണ് നല്ല സൈക്യാട്രിസ്റ്റൊക്കെ ആവുന്നതും, എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യാനും പോലീസുകാരെ, അതുപോലെ നിയമത്തെ സഹായിക്കാൻ കഴിയുന്ന നല്ല IT പ്രൊഫഷണൽസ് ആകാൻ കഴിയുന്നതും ഈ വൃശ്ചികത്തിൽ രാഹു മറ്റു ഗ്രഹങ്ങളുടെ സംബന്ധത്തിൽ വരുമ്പോൾ, ദൃഷ്ടിയിലോ അതുപോലെ സൂര്യനൊക്കെ ജാതകത്തിൽ ബലവാനാവുമ്പോൾ, വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവർ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും സ്വന്തം കമ്പനിക്ക് വേണ്ടിയിട്ടുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഇതിന് നെഗറ്റീവായിട്ട് മാത്രം എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ വ്യാഴത്തിൻ്റെ രാശിദൃഷ്ടി, ഗ്രഹദൃഷ്ടി, വ്യാഴത്തിൻ്റെ കൂടെയുള്ളത്, അതുപോലെ രാഹു ഏത് ഭാവത്തിൻ്റെ അധിപനാണ് എന്നതിനനുസരിച്ചിട്ടും, അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. അതേസമയം വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വൃശ്ചികത്തിലെ രാഹുവിന് നല്ല ആധ്യാത്മിക ചിന്ത, നല്ല മെഡിറ്റേഷൻ എക്സ്പീരിയൻസ്, നല്ല ആസ്ട്രോളജേഴ്സ്,
പറയുന്നത് ഫലിക്കുന്ന മാതിരിയുള്ള ആസ്ട്രോളജേഴ്സ് ആകാനും, അതുപോലെ പലതരത്തിൽ നിന്നും വിദേശത്തിൽ നിന്നും ലാഭം വരാനും, ആകസ്മികമായിട്ട് ധനലാഭം വരാനും ഒക്കെയുള്ള സാധ്യതകൾ കൊണ്ടുത്തരും. നെഗറ്റീവായി പോകുമ്പോഴാണ് വൃശ്ചികത്തിലെ ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ട്, അഷ്ടമത്തിലെ ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ട് പോകുമ്പോഴാണ് ആ ഒരു ആത്മഹത്യാ ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നെഗറ്റീവ് വശവുമുണ്ട്. അപ്പോൾ ഞാനിതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അഷ്ടമഭാവത്തെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നന്നാക്കിയെടുക്കാൻ, എന്ന് വെച്ചാൽ അഷ്ടമഭാവം നമ്മുടേത് പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ വരുമ്പോൾ, നമ്മുടെ ജാതകത്തിൽ വൃശ്ചികം എന്നൊരു ഭാവം പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഓവറോൾ ഒരു നെഗറ്റിവിറ്റി അനുഭവപ്പെടും. ഓവറോൾ അത് ആരാണെങ്കിലും അനുഭവപ്പെടും. അപ്പോൾ അതില്ലാതാക്കാനാണ് നിങ്ങളുടെ അഷ്ടമഭാവത്തിനുള്ള ഒരു ചികിത്സ, ഒരു പരിഹാരം എന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നാണ്. നിങ്ങളുടെ മുഴുവൻ എനർജിയും അഷ്ടമഭാവത്തിൻ്റെ പോസിറ്റിവിറ്റി നേടാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, അഷ്ടമഭാവത്തിലെ വ്യാഴത്തിനെ എടുത്തിട്ട് പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക. അതിൽ എല്ലാവർക്കും ജ്യോതിഷം പഠിക്കാൻ ഇഷ്ടമായി എന്ന് വരില്ല, അല്ലെങ്കിൽ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ താല്പര്യമേ ഉണ്ടാവില്ല. ഇതൊക്കെ ഓൾ ഓഫ് എ സഡനാണ് ആ ദശാകാലം വരുമ്പോൾ ജ്യോതിഷത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിസർച്ച് ചെയ്ത് പഠിക്കാൻ കഴിയുന്നതാണ്. കുറച്ചൊക്കെ സ്വന്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ, ഇത് പഠിക്കുക എന്ന് പറയുമ്പോൾ എപ്പോൾ ജോലി കിട്ടും, എപ്പോൾ ഫോറിനിൽ പോകാൻ പറ്റും, എപ്പോൾ കല്യാണം നടക്കും എന്നുള്ള ലെവലിലല്ല പഠിക്കേണ്ടത്. ആധ്യാത്മികം, ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം തന്നെ ആധ്യാത്മിക പുരോഗതിയാണ്, ആത്മാവിൻ്റെ പുരോഗതിയാണ്. അതിനു വേണ്ടി പഠിക്കണം. അതായത് ആ ഗ്രഹങ്ങളെ അറിയണം. നമുക്കറിയാമല്ലോ, ഭഗവാന്റെ തന്നെ അംശങ്ങളാണ് ഇവരെല്ലാം. ഭഗവാൻ സ്വയമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ രാഹുവിൻ്റെ രൂപത്തിലിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഭഗവാന്റെ സുദർശന ചക്രമേറ്റ് സുരഭാനുവിൻ്റെ തല രാഹുവായും ഉടൽ ഭാഗം കേതുവായും മാറുമ്പോൾ ഇവർക്കെന്തായിരിക്കും എൻ്റെ ജാതകത്തിൽ പറയാനുണ്ടാവുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജാതകം എടുത്തു നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ എത്രമാത്രം പ്രകൃതിയോട്, പ്രപഞ്ചത്തോട്, അമ്മയാണ്, ഭഗവതിയാണ് പ്രകൃതി, എത്ര സംശയം ചോദിക്കുന്നുവോ അത്ര തന്നെ അറിവ് നമുക്ക് വന്നു ചേരും. ഇത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഒരു ഗുരുവും ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ജ്യോതിഷം പഠിക്കാൻ പോയിട്ടുള്ള ഒരു ക്ലാസ്സും അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരും ഒക്കെ നിങ്ങളുടെ ലെവലിലുള്ള അഷ്ടമഭാവം സ്ട്രോങ് ആകുമ്പോൾ നിങ്ങളുടെ ലെവൽ ഒന്നുകൂടി കൂടും. അതായത് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ലെവലിലാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ, ജാതകപ്പൊരുത്തം നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രപഞ്ചത്തോട്, പ്രപഞ്ചം പ്രകൃതി അമ്മയാണ്, അമ്മയോട് ചോദിക്കാം, എങ്ങനെയാണിത് സംഭവിക്കുന്നത്, ഇന്നെന്താണ് ഈ കാര്യം നടന്നത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ അമ്മയോട്, ഭഗവതിയോട്, പ്രപഞ്ചത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വപ്നത്തിൽ, വിശ്വസിക്കൂ, സ്വപ്നത്തിൽ വന്ന് പറയുന്നതാണ്, സ്വപ്നത്തിൽ വന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അഷ്ടമഭാവത്തിലാണ് നല്ല ഡാറ്റ അനലിസ്റ്റ്, അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ. അഷ്ടമം എന്നത് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമാണ്. നമ്മുടെ ഒരു ഫിനാൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അവരുടെയൊക്കെ അഷ്ടമഭാവത്തിൽ നല്ല ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അതായത് പെട്ടെന്ന് മറ്റാർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുടെ ജാതകത്തിലും, നല്ലൊരു കുറ്റാന്വേഷണ വിദഗ്ധൻ്റെ ജാതകത്തിലും, നല്ലൊരു ഫോറൻസിക് ഓഫീസറിൻ്റെ ജാതകത്തിലും, നല്ലൊരു സൈക്കോളജിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരുടെ ജാതകത്തിലും, നല്ലൊരു ആസ്ട്രോളജറിൻ്റെ ജാതകത്തിലും നല്ലൊരു അഷ്ടമഭാവം അല്ലെങ്കിൽ അഷ്ടമത്തിൽ ഗ്രഹങ്ങൾ, അഷ്ടമഭാവാധിപൻ്റെ പ്ലേസ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ആകസ്മികതയുണ്ട് അഷ്ടമഭാവത്തിന്. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു വരുമ്പോൾ നമ്മുടെ അഷ്ടമഭാവത്തിന് അത് ശാന്തമാക്കും. മറ്റെന്ത് പരിഹാരത്തിനേക്കാളും നിങ്ങളിത് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും, ഇന്നലെ ഞാൻ പറഞ്ഞ വേദാംഗമാണ് ജ്യോതിഷം. അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതാണ് അഷ്ടമഭാവം, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് പരിഹരിച്ചു എന്ന് തോന്നുമ്പോഴത്തേക്കും അടുത്തത് വരും. അതായത് ഒരു കല്യാണം കഴിഞ്ഞു, എങ്ങനെയൊക്കെയോ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടി, അത്രയും ടോർച്ചറിങ് ആയിരുന്നു. കുറച്ചൊക്കെ ജീവിതം ഒന്ന് പച്ച പിടിക്കുമ്പോൾ മറ്റൊരാളെ കണ്ടുമുട്ടി, സംശയമായിരുന്നു ഇയാളെ വിവാഹം കഴിക്കണോ, കഴിച്ചാൽ പഴയതുപോലെ ആവുമോ, എന്നാലും കല്യാണം കഴിച്ചു. അപ്പോഴും വീണ്ടും അനുഭവങ്ങൾ. അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുക, എന്താണ് ഇങ്ങനെ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. അപ്പോൾ ആ അഷ്ടമഭാവം അവിടെ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫീൽഡ് ഇതല്ല, ഇങ്ങോട്ട് പോകണം എന്നുള്ളത്. ശരിക്കും അഷ്ടമത്തിൻ്റെ അധിപൻ 7ാം ഭാവത്തിലിരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ജീവിതം, സ്ഥിരതയുള്ളൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ശരിക്കും ശുഭഗ്രഹങ്ങളുടെ അനുഗ്രഹവും നല്ലൊരു വ്യാഴമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ 7ാം ഭാവാധിപനൊക്കെ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആകുമ്പോഴാണ് അത് ലഭിക്കുന്നത്. ഇത് നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നുകിൽ നല്ലൊരു ആചാര്യൻ്റെ അടുത്ത് പോയി
മന്ത്രസിദ്ധി മന്ത്രദീക്ഷ ലഭിക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ തുനിയേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. മറ്റ് അധ്യാപകരുടെ അടുത്ത് പോയി പഠിക്കുന്നത്, ഗുരുക്കന്മാരുടെ അടുത്ത് പോയിക്കുന്നതും ഒക്കെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ആ ഒരു ഒക്കൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ചെയ്യണം. അതല്ലാതെ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. അഷ്ടമഭാവത്തിന് ആ ഒരു എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു കഴിവുണ്ട്. മൃത്യുവിൻ്റെ മുഖത്ത് നിന്ന് ഒരാളെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് മൃതസഞ്ജീവിനി വിദ്യയ്ക്കാണ്. ശുക്രാചാര്യനാണ് ആ വിദ്യ പറഞ്ഞു തരുന്നത്. വിദ്യ അഭ്യസിക്കൂ എന്നത്, ജ്ഞാനം നേടൂ എന്നത്, ആകസ്മികത എന്തുകൊണ്ട് എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തൂ എന്നാണ് നിങ്ങളുടെ അഷ്ടമത്തിലെ ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുന്നത്. ചിലർക്കത് റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം, ചിലർക്ക് അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഒരിക്കലും അവസാനിക്കാത്ത പ്രോപ്പർട്ടി പ്രശ്നങ്ങളായിരിക്കാം, മാറാത്ത രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലെ അസ്ഥിരതയായിരിക്കാം. അഷ്ടമത്തിലെ ശനി, വൃശ്ചികത്തിലെ ശനിയൊക്കെ ആണെങ്കിൽ ആ ജോലിയിലൊരു ട്രാൻസ്ഫോർമേഷൻ തരും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടം എങ്കിലും ആ ജോലിയിൽ ആകസ്മികത തരും. അതുപോലെ ജോലിയിൽ മാറ്റം, ട്രാൻസ്ഫോർമേഷൻ ഇൻ പ്രൊഫഷൻ എന്ന് പറയും. ട്രാൻസ്ഫോർമേഷനാണ് ശനി, നമ്മുടെ കർമ്മത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലുള്ള ട്രാൻസ്ഫോർമേഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഷ്ടമഭാവത്തിൻ്റെ അധിപൻ ശനിയാണെങ്കിൽ കർക്കിടകത്തിൻ്റെ അഷ്ടമഭാവം ശനിയുടേതാണ്. അപ്പോൾ ഈ ശനി വൃശ്ചികത്തിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ച് കർമ്മങ്ങൾ ചെയ്യണം. നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് പുറത്തുള്ള ബന്ധം, നിങ്ങൾ രഹസ്യമാക്കി വച്ചിരിക്കുന്ന പ്രണയം, അതായത് അഷ്ടമഭാവാധിപനാണ് 5ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. 5ാം ഭാവം എന്നത് പ്രണയം കൂടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം കുട്ടികളായിരിക്കും അനുഭവിക്കുന്നത്. നിങ്ങളുടെ അനൈതികമായിട്ട് പണം സമ്പാദിക്കുമ്പോഴും അനൈതികമായിട്ട് കർമ്മം ചെയ്യുമ്പോഴും അത് അനുഭവിക്കുന്നത് കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ കുട്ടികളിലൂടെ അത് കാണേണ്ടി വരും, നിങ്ങൾക്ക് അനുഭവിച്ചില്ലെങ്കിലും. അതായത് ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ അഷ്ടമഭാവാധിപൻ 5ാം ഭാവത്തിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അവിടെ ശരിക്കും നമ്മുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ. അതേസമയം ഇത് നല്ല റിസർച്ചിനെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 5ാം ഭാവം വിദ്യ കൂടിയാണ്. അഷ്ടമഭാവാധിപൻ 5ാം ഭാവത്തിലിരിക്കുമ്പോൾ നല്ല എന്താ പറയുക, മറ്റുള്ളവർക്ക് നിഗൂഢ വിദ്യകൾ പഠിക്കുക, നിഗൂഢ വിദ്യകൾ പറഞ്ഞു കൊടുക്കുക, അതുപയോഗിച്ചിട്ട് ആൾക്കാർക്ക് ഹീലിംഗ് കൊടുക്കുക, അതായത് ആശ്വസിപ്പിക്കുക, ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴും ഇതിൻ്റെ പാപത്വം, അത് തരാനിരിക്കുന്ന നെഗറ്റിവിറ്റി കുറയുന്നതായിരിക്കും. അപ്പോൾ അഷ്ടമഭാവത്തിൻ്റെ ഒരു നിഗൂഢതയ്ക്ക്, ആ രഹസ്യത്തിന് നമ്മൾ ഒന്ന് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മൊറാലിറ്റി നിലനിർത്താൻ ശ്രമിക്കുക. അതുപോലെ അനൈതികമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോവാതിരിക്കുക. പലപ്പോഴും ഞാൻ പറഞ്ഞു, ഈ അഷ്ടമഭാവം നമുക്ക് പേരുദോഷം അല്ലെങ്കിൽ ആകസ്മികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതരും. പക്ഷേ അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്നതാണ്. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവിക്കാനുണ്ടെങ്കിൽ പൊസിഷൻ നഷ്ടപ്പെടുക, അതായത് അഷ്ടമഭാവത്തിൻ്റെ അധിപൻ, അതായത് അഷ്ടമത്തിൻ്റെ അധിപൻ്റെ ദശ അന്തർദശകളൊക്കെ വരുമ്പോൾ അഷ്ടമഭാവത്തിൻ്റെ അധിപൻ 10ാം ഭാവം 5ാം ഭാവം ഒക്കെ ആയിട്ട് ബന്ധം വയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പൊസിഷൻ നഷ്ടപ്പെടുക, എന്തെങ്കിലും ബ്രേക്ക് വരിക, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ പേര് മറ്റുള്ളവർ മോശമാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും സംഭവമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കേണ്ടത്, അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്നതാണ്. അതിനെ അംഗീകരിക്കാതെ അത് സമയമാകുമ്പോൾ ആ കർമ്മഫലം അവസാനിച്ച് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതായത് അഷ്ടമഭാവം എന്നത് നമ്മുടെ റീജുവനേഷനെ കൂടി കാണിക്കുന്നു. ശുക്രാചാര്യൻ എന്നത് മൃതസഞ്ജീവിനി വിദ്യ എന്നത് പുനർജന്മമാണ്. അതുപോലെ അഷ്ടമഭാവത്തിന് ആ ഒരു കഴിവ് കൂടിയുണ്ട്. നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. പെട്ടെന്ന് ഉണ്ടാകുന്ന പിതാവിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം, അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചിട്ട് നേടിയ ഒരു ജോലി നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്നത് മറ്റ് സ്വാധീനമൊക്കെ ഉള്ള ഒരാൾക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ല എന്നറിയുന്നത്. പെട്ടെന്ന് നിങ്ങളെല്ലാം തയ്യാറെടുത്തിട്ടായിരിക്കും മറ്റൊരു സംസ്ഥാനത്തേക്കൊക്കെ പോയത്. അപ്പോൾ പെട്ടെന്നുള്ള ഈ അനുഭവങ്ങൾ വരുമ്പോൾ അത് ഒരു പുനർജന്മത്തിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നിരാശരാവരുത്. എപ്പോഴും അതാണ്, നമുക്കൊരു ഇഷ്ടദൈവം ഉണ്ടാകണം. ആ ചരണങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് പതുക്കെ ശരിയാവും. ശനി കാലമാണ്. ഈ കാലം അഷ്ടമഭാവത്തിൽ, അതായത് ട്രാൻസ്ഫോർമേഷൻ്റെ അവിചാരിതമായിട്ടുള്ള ഘടനകളുടെ ഈ ഭാവത്തിൽ ശനി വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കാലം നമുക്ക് പലതും അവിചാരിതമായി നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരും. പെട്ടെന്നൊരു പ്രണയിനി വന്ന് മുന്നിൽ വരിക, 5ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമഭാവത്തിലിരിക്കുമ്പോൾ
പെട്ടെന്ന് പാസ്റ്റ് ലൈഫിൽ ഒരാൾ വന്നു എന്ന് വരാം, പെട്ടെന്ന് അവർ നമ്മളെ വിഷമിപ്പിച്ചിട്ട് പോയി എന്ന് വരാം. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് പറയുന്നത്, നമ്മുടെ അഷ്ടമഭാവത്തിൻ്റെ എനർജി എന്നത് വളരെ ഡീപ്പാണ്, വൃശ്ചികം പോലെ ഡീപ്പാണ്. അതുകൊണ്ട് ആ എനർജി അങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള സബ്ജക്ട്സിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു വിടുക. അഷ്ടമഭാവത്തിൽ നീചസ്ഥനാവുന്നത് മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ടാണ് മനസ്സിനെ തിരിച്ചുവിടാൻ പറയുന്നത്. അപ്പോൾ അവിടെ മഹാദേവനെ ശരണം പ്രാപിക്കുന്നത് ഏറ്റവും എല്ലാം കൊണ്ട് നിങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുള്ള സമയത്ത് മഹാദേവനെ ഗുരുവായി കണ്ട് മുന്നോട്ട് നയിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അടുത്ത് നിങ്ങൾ ഏത് ദേവതയെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താം എന്ന് വരെ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് പ്രാരാബ്ധം എത്രയുണ്ട് എന്നതിനനുസരിച്ചിട്ട് ഇതുവരെ ഇഷ്ടദൈവങ്ങളില്ലാത്തവരാണെങ്കിൽ അപ്പോൾ ഈ ഭാവത്തിനൊരു ആകസ്മികതയുണ്ട്. അഷ്ടമത്തിലെ ശുക്രന് ഒരുപക്ഷെ നിഗൂഢമായ വഴികളിലൂടെ പണം വന്നു ചേർന്നു എന്ന് വരാം, ഇൻഷുറൻസ് തുക ലഭിച്ചു എന്ന് വരാം ഒരാളുടെ മരണശേഷം, അങ്ങനെ പല കാര്യങ്ങളും. അഷ്ടമത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഇൻഷുറൻസ് തുകകൾ ലഭിക്കുന്നത്, പിതൃസ്വത്ത് ലഭിക്കുന്നത്, ഇതെല്ലാം അഷ്ടമഭാവത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഒരുപാട് അധ്വാനിക്കാതെ നേടുന്ന പണം, അത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ആയാലും ഏത് കാര്യങ്ങൾ, ഇൻഷുറൻസ് കാര്യങ്ങൾ, ഒരുപാട് അധ്വാനിക്കാതെ നമ്മൾ നേടുന്ന പണം എന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് സ്വയം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ നിങ്ങൾ സഹായിച്ചിട്ട് നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് പണം നേടുന്ന പ്രൊഫഷനിലും ഈ അഷ്ടമഭാവം വളരെ പ്രബലമായിട്ട് കാണാം. അതായത് ആരാണ് അങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുമ്പോൾ പണം സമ്പാദിക്കുന്നത് ഡോക്ടേഴ്സാണ്, അഡ്വക്കേറ്റ്സാണ്, ആസ്ട്രോളജേഴ്സാണ്, പ്രോബ്ലം സോൾവേഴ്സാണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവേഴ്സിൻ്റെ ജാതകത്തിൽ അഷ്ടമഭാവം വളരെ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിരിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു കൊടുക്കുക, അതിന് ഗൈഡൻസ് കൊടുക്കുക എന്ന കാര്യം അവർ ചെയ്യുന്നുണ്ട്. എന്ന കാര്യങ്ങൾ ജ്യോതിഷം വിശാലമാണ്. നമ്മൾ വിശാല മനസ്ഥിതിയോടുകൂടി കണ്ടാൽ മാത്രമേ അത് പഠിക്കാൻ കഴിയൂ. എൻ്റെ കല്യാണം നടക്കുന്നില്ല, എല്ലാം ബ്രേക്കപ്പായി പോകുന്നു, ശുക്രനും കേതുവുമായിട്ട് അഷ്ടമത്തിലിരിക്കുന്നു, എല്ലാം ബ്രേക്കപ്പാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ഭാവത്തെ ഉപയോഗിക്കാം, അതിനെ മനസ്സിലാക്കിയെടുക്കുക. അഷ്ടമത്തിലെ ശനി വരുമ്പോൾ, വൃശ്ചികത്തിലെ ശനി വരുമ്പോൾ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം. എൻ്റെ ജോലിയിലൊരു പരിവർത്തനം, ശനിയുടെ ദശ വരുമ്പോൾ, ദശ പ്രധാനമാണ്. ആ രാശ്യാധിപൻ്റെ ദശ, ശനിയുമായി ബന്ധം പുലർത്തുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ദശ, ദൃഷ്ടി സംബന്ധം, നക്ഷത്ര സംബന്ധം, നവാംശത്തിലെ സംബന്ധം ഒക്കെ ഇങ്ങനെ മറ്റു ഗ്രഹങ്ങൾ സംബന്ധം ഒരു ശനിയുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ, അതായത് ദൃഷ്ടിയായാലും കൂടെ ഇരുന്നിട്ടായാലും, അങ്ങനെയാണെങ്കിൽ നമ്മൾ തയ്യാറെടുക്കണം. ഈ ദശയിൽ എൻ്റെ ജോലിയിൽ ഒരു പരിവർത്തനം വരാൻ സാധ്യതയുണ്ട്, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നാട്ടുകാരെന്തു പറയുന്നു, വീട്ടുകാരെന്തു പറയുന്നു, ഇതൊക്കെ സ്വാഭാവികമാണ്. അഷ്ടമത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് വേദനയുണ്ട്. മറ്റുള്ളവർ പറയും, ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്തായി, അല്ലെങ്കിൽ ഇതാണല്ലോ ഇപ്പോൾ ജോലി, ഇങ്ങനെ പലതും കേൾക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മനസ്സമാധാനം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അഷ്ടമഭാവത്തിനെ മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അഷ്ടമഭാവത്തിൽ കേതു നല്ല രീതിയിൽ പ്രവർത്തിക്കും. നിങ്ങൾ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയിൽ, ഇഷ്ടദൈവത്തിൻ്റെ കരവലയങ്ങളിലാണ് നിങ്ങളുടെ സ്ഥാനം, ചരണങ്ങളിലാണ് നിങ്ങളുടെ സ്ഥാനം എങ്കിൽ വളരെ നല്ല പൊസിഷനാണ് അഷ്ടമഭാവത്തിൽ കേതു, അഷ്ടമഭാവാധിപൻ്റെ കൂടെ കേതു ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ആ ഒരു ഞാൻ ശരീരമല്ല, മനസ്സല്ല. ഈ ശരീരം എന്നത് മാംസവും തൊലിയൊക്കെ കൂടി കുറേ അവയവങ്ങളെയും മലമൂത്രങ്ങളെയും ഒക്കെ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ആത്മാവിനെ പറ്റി ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേതുവിൻ്റെ അഷ്ടമത്തിലെ പൊസിഷൻ നല്ലതാണ്. അഷ്ടമഭാവാധിപനുമായിട്ട് അഷ്ടമഭാവവുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന കേതുവിൻ്റെ ദശ അന്തർദശാ കാലങ്ങളും നല്ല ഹൈ ലെവൽ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത കൊണ്ടുതരും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടാനും കഴിയും. പ്രത്യേകിച്ച് ആൾക്കാർ ജ്യോതിഷമൊക്കെ പഠിക്കുന്നതും അങ്ങനെയുള്ള സമയങ്ങളിലാണ് താല്പര്യം കാണിക്കുന്നതും, ഒരുപക്ഷെ ഒരു അഡ്വൈസ് എടുക്കുന്നതും. തീർച്ചയായിട്ടും ഈ അഷ്ടമഭാവാധിപൻ ഓരോ ഭാവങ്ങളിൽ വന്നിരിക്കുമ്പോഴും ആ അഷ്ടമഭാവത്തിൻ്റെ എനർജിയും കൊണ്ടായിരിക്കും അത് വരുന്നത്. അഷ്ടമഭാവാധിപൻ ലഗ്നത്തിലേക്ക് വന്നാൽ അഷ്ടമഭാവത്തിൽ ആ ഒരു അകാരണമായിട്ടുള്ള ഭയം, അല്ലെങ്കിൽ ആകസ്മികത, ഒരു ക്ലിയർ അല്ലാത്തൊരു പേഴ്സണാലിറ്റി, അതൊക്കെ പല കാര്യങ്ങളും അഷ്ടമഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെയുണ്ട്. ലഗ്നത്തിൽ വന്നു കഴിഞ്ഞിരുന്നാൽ
തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി, ഒരു കോംപ്ലിക്കേറ്റഡ് പേഴ്സണാലിറ്റി ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളാവണ്ട, പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറാമല്ലോ. അതാണ് ജ്യോതിഷം പഠിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു ഗുണം എന്നത്. അതായത് എനിക്ക് റിസർച്ച് ചെയ്യാം, എനിക്ക് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിച്ചെടുക്കാം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം. അതായത് നമ്മൾ ആ ഗ്രഹത്തെക്കുറിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം. ഏത് ഗ്രഹമാണോ നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മളിങ്ങനെ പറയരുത്, എൻ്റെ 7-ൽ ചൊവ്വയാണ്, എൻ്റെ അഷ്ടമത്തിൽ ചൊവ്വയാണ്. നിങ്ങൾ ആ അഷ്ടമത്തിലെ ചൊവ്വയുടെ എനർജി എങ്ങനെ യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ 7-ലെ ചൊവ്വയുടെ എനർജി നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഓരോ ഗ്രഹത്തിൻ്റെയും എനർജി എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതാണ് ശരിക്കും ആ ആത്മാവിൻ്റെ പുരോഗതി എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ പുരോഗതിയെ പറ്റി നമ്മളിങ്ങനെ പറയുമ്പോൾ പലർക്കും അതിൻ്റെ പരിഹാരങ്ങൾ, അങ്ങനെ ഒരു റീഡിംഗ് ഒക്കെ ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ റെഗുലർ ചെയ്യേണ്ടുന്ന ചില അഷ്ടകങ്ങൾ കേൾക്കുക, ചില അഷ്ടകങ്ങൾ ചൊല്ലുക, ചില കാര്യങ്ങൾ ചെയ്യാനും ചില കാര്യങ്ങളുടെ ഡൊണേഷനും ഒക്കെ പറയുമ്പോൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദശ വരുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റൊരു ലെവലിലേക്ക് പോകാൻ തയ്യാറാക്കി നിർത്തും. അതാണ് നമ്മൾ ചെയ്യുന്ന റിച്വൽസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ ഒരു വഴിപാട് കഴിപ്പിക്കുന്നു എന്നത് അത് നമ്മുടെ ഉള്ളിലും, നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ ഈ ഒരു ശരീരം, ഈ ഒരു യന്ത്രം, ഈ സിസ്റ്റത്തിലും അത് മാറ്റം വരുത്തുന്നുണ്ട്. അതായത് സഹസ്രനാമ പുഷ്പാഞ്ജലി ഭഗവാന് നിങ്ങൾ കഴിപ്പിക്കുമ്പോഴും, നിങ്ങൾ അമ്പലത്തിൽ നെയ്വിളക്ക് കഴിപ്പിക്കുമ്പോഴും അതിൻ്റെ ഗുണം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതിനേക്കാൾ പവർഫുള്ളാണ് നിങ്ങൾ സ്വയം ഇരുന്ന് നാമം ജപിക്കുന്നത്. അപ്പോൾ ആരാധനകൾക്ക്, മന്ത്രജപങ്ങൾക്ക്, നാമജപങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അപ്പോൾ അഷ്ടമഭാവത്തിനെ പറ്റി കുറച്ചുകൂടി അറിവുകൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ഭാഗമാണ്, എന്നാലും ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ ജീവിതത്തിലെ ആകസ്മികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുകയാണെങ്കിൽ, ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഏത് കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളെ സ്വാധീനിച്ചിട്ട് നമ്മളെ ഇൻഫീരിയർ ആക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ, അഷ്ടമഭാവത്തിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ അതാണ്, ഞാൻ കുടുങ്ങിപ്പോയതുപോലെയുണ്ട്, ഞാൻ സ്റ്റക്കായി പോയതുപോലെയുണ്ട്, എനിക്കിനി മുന്നോട്ടൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. അതുതന്നെയാണ് അഷ്ടമഭാവത്തിൻ്റെ പ്രശ്നവും എന്നത്. അതിൽ നിന്ന് കൈപിടിച്ച് കയറ്റാൻ, അതായത് വൃശ്ചികം എന്ന ആഴമുള്ള കിണറിൽ നിന്ന്, അഷ്ടമഭാവം എന്നത് ആഴമുള്ള കിണറാണ്, അതിൽ നിന്ന് കൈപിടിച്ച് കയറ്റാൻ ഗുരുവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ആരെയാണോ, അത് നിങ്ങൾ സമീപിക്കുന്ന ജ്യോതിഷ പണ്ഡിതന്മാരാകാം, ആരാധിക്കുന്ന ഇഷ്ട ദൈവമാണ് ഏറ്റവും വലിയ ഗുരു എന്നത്. അപ്പോൾ അവർക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിലേ ആ കിണറ്റിൽ നിന്ന് ഗുരു നിങ്ങളെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റുകയുമുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയ അവയർനെസ് കൂടി തരാനായിരുന്നു ഈ വീഡിയോ. നിങ്ങളെനിക്ക് തരുന്ന പ്രോത്സാഹനത്തിന്, സപ്പോർട്ടിന് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകൾ മാനസികമായ തലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ, ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്താൻ ഒരു ശ്രമമായിട്ടാണ് കാണേണ്ടത്. ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഇതുവരെ കണ്ടതിന്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.